ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്തേഫാനോസ് മാർ തേവോദോസ്യോസ് മെമ്മോറിയൽ മിഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഭിലായി ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ സഹകരണത്തോടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് പ്രോഗ്രാം ജനുവരി 8 മുതൽ 11 വരെ MD സെമിനാരി HSS, കോട്ടയം JMHSS, വാകത്താനം സെന്റ് ബെഹനാൻസ് HSS വെണ്ണിക്കുളം, മെത്രോപോളിറ്റൻ HSS പുത്തൻകാവ് എന്നീ സ്കൂളുകളിൽ നടത്തപ്പെട്ടു. ഫാദർ ഡോക്ടർ PS വർഗീസ്, പ്രിൻസിപ്പൽ MGM കോളേജ് ദിമാപൂർ നാഗാലാൻഡ്, കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. മിഷൻ സെന്റർ ട്രഷറർ ശ്രീ ഷാജി എബ്രഹാം, പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ബിജി C ഫിലിപ്പ് എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. വാകത്താനം ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെയും ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെയും ഉദ്ഘാടനം കേരള ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് MLA നിർവഹിച്ചു. കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രാപോലിത്ത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപോലിത്ത മുഖ്യ പ്രഭാഷണം നടത്തി. ജൂബിലി പ്രോജക്റ്റ് ഉദ്ഘാടനവും ജൂബിലി ലോഗോ പ്രകാശനവും മലങ്കര ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ നിർവഹിച്ചു. സ്കൂൾ കോർഡിനേറ്റർ ഫാദർ C ജോൺ ചിറത്തിലാട്ട് കോർ എപ്പിസ്കോപ്പ, സ്കൂൾ ഗവേണിംഗ് ബോർഡ് അംഗം എബ്രഹാം കുര്യാക്കോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കുര്യൻ, വാകത്താനം ജെറുസലേം പള്ളി വികാരി ഫാദർ വർഗീസ് ജേക്കബ്, സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ മാത്യു P ജോർജ്, ഹെഡ് മിനിസ്റ്റേഴ്സ് ഷീബ മാത്യു, PTA പ്രസിഡന്റ് AG പാറപ്പാട്ട്, മുൻ പ്രിൻസിപ്പാൾ ബാബുക്കുട്ടി പുന്നൂസ്, അധ്യാപികമാരായ ഷീബ ഉമ്മൻ, സോണിയ സൂസൻ തോമസ്, ലാബ് അസിസ്റ്റന്റ് എബ്രഹാം ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി ആശ എലിസബത്ത് ജേക്കബ്, സാഗ 2024 പ്രോഗ്രാം കൺവീനർ വിപിൻ VP എന്നിവർ പ്രസംഗിച്ചു. ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാവ് തോമസ് M ചെറിയാൻ, NSS മുൻ പ്രോഗ്രാം ഓഫീസർ ജാൻസി ജെയ്സൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹൈസ്കൂൾ വിഭാഗം അധ്യാപികമാരായ ഷീബ ഉമ്മൻ, സോണിയ സൂസൻ തോമസ്, ഹയർ സെക്കൻഡറി വിഭാഗം ലാബ് അസിസ്റ്റന്റ് എബ്രഹാം ജോർജ് എന്നിവർക്ക് സമുചിതമായ യാത്രയയപ്പ് നൽകി. അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന്റെ അഭിവന്യ സക്രിയ മാർ അപ്രേം മെത്രാപോലിത്തയുടെ ആശ്രമത്തിൽ വെച്ചുണ്ടായ ചില സംഭവങ്ങളെക്കുറിച്ച് ലഭിച്ച പരാതികൾ സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുന്നതിന് വിളിച്ചുകൂട്ടിയ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റെ അടിയന്തര യോഗം പ്രസ്തുത വിഷയം സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ ചെയ്യുകയും ആയത് രമ്യമായി പരിഹരിക്കുകയും ചെയ്തു. പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിച്ചു. പുളിന്താനം പള്ളി കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലീസിനെതിരെ കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിച്ചു. പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ഫാഗെ ഓർത്തഡോക്സ് സുറിയാനി പള്ളിയെ സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള പോലീസ് സംരക്ഷണ ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ പള്ളി വികാരി ചെനയപ്പിള്ളിൽ ഐസക് കോർ എപ്പിസ്കോപ്പായും സഹവികാരി ഫാദർ ഫിലിപ്പ് അരിമ്പാച്ചിറയിലും ചേർന്ന് നൽകിയ കോടതി അലക്ഷ്യ ഹർജി നിലനിൽക്കുമെന്ന് കണ്ടെത്തി തുടർ നടപടി സ്വീകരിക്കുന്നതിനായി കേരള ഹൈക്കോടതി ഫെബ്രുവരി 8 മാറ്റിവെച്ചു. 1934 ഭരണഘടന അനുസരിച്ചുള്ള വികാരിമാർ, ഇടവക മെത്രാപോലിത്ത, മലങ്കര മെത്രാപോലിത്ത തുടങ്ങിയവർക്ക് പള്ളിയിൽ പ്രവേശിക്കുവാനും ആരാധന അർപ്പിക്കുവാനുമുള്ള പോലീസ് സംരക്ഷണം ഒരുക്കണം എന്ന് 13/4/2023 വിധി പ്രസ്താവിക്കുകയും മേൽവിധി 2 മാസത്തിനുള്ളിൽ നടപ്പാക്കണമെന്ന് പോത്താനിക്കോട് SHOയ്ക്ക് ഉത്തരവ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ വിധി നടപ്പാക്കാത്തതിനെതിരെയാണ് കോടതി അലക്ഷ്യ ഹർജി. കോടതി അലക്ഷ്യ ഹർജി പലതവണ കോടതി പരിഗണിക്കുകയും പല നിർദ്ദേശങ്ങൾ കോടതി കൊടുക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെ വിധി നടപ്പാക്കാത്ത സാഹചര്യത്തിൽ പോത്താനിക്കാട് SHO ശ്രീ സിബിൻ KA, യാക്കോബായ വിഭാഗം വൈദികനായ KK മാത്യൂസ്, മറ്റു പ്രതികളായ നോബീസ് കറിയ, എൽദോസ് വർഗീസ്, ബേസിൽ മാത്യൂസ്, ബാബു ജോൺ എന്നിവർക്ക് എതിരെയാണ് കോടതി ഉത്തരവ്. കോടതി ഉത്തരവ് പാലിക്കുന്നതിന് ശ്രമം നടത്തിവരികയാണെന്ന് സർക്കാരിനു വേണ്ടി അഡീഷണൽ അഡ്വക്കേറ്റ് കോടതിയിൽ വാദിച്ചുവെങ്കിലും കോടതി ഉത്തരവ് പാലിക്കാത്തതുവഴി കോടതി അലക്ഷ്യം പ്രതികൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കോടതി കണ്ടെത്തി. ഈ പള്ളിയുടെ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്ന് മറ്റു പ്രതികൾ കോടതിയിൽ പറഞ്ഞുവെങ്കിലും അതിന്മേൽ ഇടക്കാല ഉത്തരവുകളൊന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ നിലവിലെ ഉത്തരവ് പാലിക്കാൻ പ്രതികൾ ബാധ്യസ്ഥരാണ് എന്നും അതിനാൽ പ്രതികൾ എല്ലാവരും ഇപ്പോഴും കോടതി അലക്ഷ്യം തുടരുന്നതാകയാൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന് കോടതി ഉത്തരവായി. ജനുവരി 10 കോടതി ഉത്തരവ് പാലിച്ച് തടസ്സം നിന്ന 30ഓളം യാക്കോബായ വിശ്വാസികൾക്കും കണ്ടാൽ തിരിച്ചറിയുന്ന മറ്റ് 400 പേർക്കുമെതിരെ പോത്താനിക്കാട് SHO കേസ് എടുത്തിട്ടുണ്ട്.
ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കേന്ദ്ര കലാമേള ജ്വാല 2024 നടത്തപ്പെട്ടു. മാനുഷിക മൂല്യങ്ങളും ബന്ധങ്ങളും നഷ്ടപ്പെടുന്ന കാലത്ത് മാനവികതയും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിൽ കലയുടെ പങ്ക് നിസ്തുലമാണെന്നും ഇത് മനുഷ്യബന്ധങ്ങളെ ഊഷ്മളമാക്കുമെന്നും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാബ തിരുമേനി പറഞ്ഞു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കേന്ദ്ര കലാമേളയുടെ ഉദ്ഘാടനം MGM ഹയർ സെക്കൻഡറി സ്കൂളിലെ മാർ ഒസ്താത്യോസ് നഗറിൽ നിർവഹിക്കുകയായിരുന്നു പരിശുദ്ധ ബാബ. ഒന്നാണെന്നുള്ള ബോധം ഉയർത്തുന്നതിനും പൈതൃക മൂല്യങ്ങൾ കൈമാറുന്നതിനും കലാമേളയുടെ പങ്ക് വലുതാണെന്നും പരിശുദ്ധ കാതോലിക്ക ബാബ പറഞ്ഞു. കേന്ദ്ര പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. പരിശുദ്ധ സുന്നോസോസ് സെക്രട്ടറി അഭിവന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമസ് മെത്രാപ്പൊലീത്ത, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, യുവജന പ്രസ്ഥാനം മുൻ കേന്ദ്ര ജനറൽ സെക്രട്ടറി KM മാത്യു, ചലച്ചിത്ര നടി ക്രിസ്റ്റി ബെന്നറ്റ്, യുവജന പ്രസ്ഥാനം കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫാദർ ഷിജി കോശി, ജനറൽ സെക്രട്ടറി ഫാദർ വിജു എലിയാസ്, ട്രഷറർ പേൾ കണ്ണേത്ത്, ജനറൽ കൺവീനർ ജോജി P. തോമസ്, സ്കൂൾ പ്രിൻസിപ്പാൾ PK തോമസ്, ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ജെയിൻ C. മാത്യു, ഭദ്രാസന സെക്രട്ടറി ഡോക്ടർ കുര്യാക്കോസ് V. കോച്ചേരി, കലാമേള ജോയിന്റ് സെക്രട്ടറി അനീഷ് ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. നവതി സ്മരണിക പ്രകാശനം പരിശുദ്ധ കാതോലിക്ക ബാബ നിർവഹിച്ചു. KM മാത്യു, ക്രിസ്റ്റി ബെന്നറ്റ് എന്നിവരെ ആദരിച്ചു. വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നായി 1000-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു. മലങ്കര സുറിയാനി സഭയുടെ കൽക്കട്ട ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ സ്തേഫാനോസ് മാർ തേവോദോസ്യോസ് തിരുമേനിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് പാത്താമുട്ടം സ്തേഫാനോസ് മാർ തേവോദോസ്യോസ് മെമ്മോറിയൽ മിഷൻ സെന്ററിൽ യുവജന സംഗമം ജനുവരി 13 ശനിയാഴ്ച 10 മുതൽ 1 വരെ നടത്തപ്പെട്ടു. ഫാദർ PM സക്കറിയയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഫാദർ ഡോക്ടർ PS വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീ ജേക്കബ് കോച്ചേരി ആശംസാ പ്രസംഗവും ശ്രീ ഏബൽ തോമസ് ഡെന്നി മാർ തേവോദോസ്യോസ് തിരുമേനിയെക്കുറിച്ച് അനുസ്മരണ പ്രഭാഷണവും നടത്തി. തുടർന്ന് ശ്രീ ജസ്റ്റിൻ P. ജെയിംസ് മോട്ടിവേഷൻ ക്ലാസും ഫാദർ ഡോക്ടർ PS വർഗീസ് കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. ഏബൽ തോമസ് ഡെന്നി, സ്നേഹ ആൻ ബോബൻ, ആൻ മറിയ എബ്രഹാം, ബെൽവ മറിയം ബിജു എന്നിവർക്ക് മാർ തേവോദോസ്യോസ് യുവ പ്രതിഭാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മിഷൻ സെന്ററിന്റെ സമീപ ഇടവകകളിലെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാന അംഗങ്ങൾ ഇതിൽ വന്ന് സംബന്ധിച്ചു. മിഷൻ സെന്റർ ട്രഷറർ ശ്രീ ഷാജി എബ്രഹാം സ്വാഗതവും മിഷൻ സെന്റർ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ബിജി C. ഫിലിപ്പ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ചെന്നൈ പുഴുതിവാക്കം സെന്റ് തോമസ് സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന് വർണ്ണാഭമായ സമാപനം. ചെന്നൈ പുഴുതിവാക്കം സെന്റ് തോമസ് മൗണ്ട് പള്ളിയുടെ സ്ഥാപനമായ സെന്റ് തോമസ് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം മാർത്തോമാ സഭ ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് ഉദ്ഘാടനം ചെയ്തു. മദ്രാസ് ഭദ്രാസന അധ്യക്ഷൻ ഗീവർഗീസ് മാർ പീലക്സിനോസ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമാൻഡന്റ് ദീപക് യാദവ് മുഖ്യ അതിഥിയായി യോഗത്തിൽ പങ്കെടുത്തു. കോയമ്പേട് സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TS പ്രേമ ജൂബിലി സന്ദേശം നൽകി. ചെയർമാൻ ഫാദർ ജിജി മാത്യു വാകത്താനം, ഭദ്രാസന സെക്രട്ടറി ഫാദർ തോമസ് ഐസക്, പ്രിൻസിപ്പൽ അമൃത അരസു എന്നിവർ പ്രസംഗിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള പഠന സഹായത്തുക ട്രസ്റ്റിമാരായ PO ജോൺ, ജോളി പീറ്റർ എന്നിവർ ഗീവർഗീസ് മാർ പീലക്സിനോസിന് കൈമാറി. ജൂബിലി സ്മരണികയുടെ പ്രകാശന കർമ്മവും ചടങ്ങിൽ നിർവഹിച്ചു. സമ്മേളനാനന്തരം കലാപരിപാടികൾ അരങ്ങേറി. ശ്രീ രാകേഷ് കൃഷ്ണൻ കുരമ്പാല സെന്റ് തോമസ് OCYM യൂത്ത് ഐക്കൺ 2024 അവാർഡിന് അർഹരായി. ഇന്ത്യയിലാദ്യമായി സെറിബ്രൽ പാലസി എന്ന രോഗത്തോട് പൊരുതുകയായിരുന്ന ശ്രീ രാകേഷ് കൃഷ്ണൻ കുരമ്പാല തൻ്റെ ജീവിതം തുടങ്ങിയത്. കേൾവിക്കുറവും അനായാസമായി സംസാരിക്കാനുള്ള പ്രയാസവും നടക്കാനുള്ള ബുദ്ധിമുട്ടും ഒന്നും ചെറുപ്പം മുതൽ വകവയ്ക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം. ചരിത്രത്തിൽ ബിരുദവും കമ്പ്യൂട്ടർ ഡിപ്ലോമയും പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ സിനിമാ സ്നേഹം ഉയർത്തെഴുന്നേറ്റു. 5ഓളം ആൽബങ്ങളും 3 ഷോർട്ട് ഫിലിമുകളും സംവിധാനം ചെയ്തു. മൗനം പോലെ എന്ന ആൽബത്തിന് കപ്പ TV മ്യൂസിക് അവാർഡും ലഭിച്ചിരുന്നു. രാകേഷ് കൃഷ്ണൻ സ്വന്തമായ ഒരു ക്യാമറ യൂണിറ്റ് വാങ്ങി മികച്ച സാങ്കേതിക പ്രവർത്തകരെ അണിനിർത്തിയാണ് തൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായ കളം എന്ന ആദ്യ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ശാരീരിക പരിമിതി ഉള്ള കാരണത്താൽ
മോഹങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഒരു പ്രോത്സാഹനം കൂടിയാകണം തൻ്റെ ജീവിതം എന്ന സന്ദേശം പ്രവൃത്തിയിലൂടെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ചരിത്രം ഉറങ്ങുന്ന പന്തളത്തിൻ്റെ മണ്ണിൽ നിന്നും ശ്രീ രാകേഷ് കൃഷ്ണൻ കുരമ്പാല എന്ന യുവ സംവിധായകന് പന്തളം കുരമ്പാല സെൻറ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി യുവജന പ്രസ്ഥാനം ഐക്കൺ അവാർഡ് നൽകി ആദരിച്ചു. മതസൗഹാർദ്ദത്തിൻ്റെ സംഗമസ്ഥാനമായ ഡൽഹി ജനക്പുരി ധർമ്മ മാർഗിൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് നയിക്കുന്ന രഥഘോഷയാത്രയ്ക്ക് ജനകപുരി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി ഊഷ്മളമായ സ്വീകരണം നൽകി. ശ്രീ ഭാഗവത മന്ദിർ, ആര്യ സമാജ് മന്ദിർ, സിഖ് ഗുരുദ്വാര, സനാതന ധർമ്മ മന്ദിർ, മലങ്കര ഓർത്തഡോക്സ് ദേവാലയം എന്നിവ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അപൂർവത ജനക്പുരി ധർമ്മ മാർഗിനുണ്ട്. പ്രസ്തുത ഘോഷയാത്രകൾക്ക് ഇടവക സഹവികാരി സജി തോമസ് അച്ഛനും മുൻ ഓഫീസ് ഭാരവാഹിയും ഇപ്പോൾ സഭാ മാനേജിംഗ് കമ്മിറ്റി മെമ്പറുമായ ജിജി കെ നൈനാൻ, ഇടവക ട്രസ്റ്റി കുഞ്ഞുമോൻ ജോർജ്, സെക്രട്ടറി ഷാജൻ ജോർജ് എന്നിവർ ഹാരമണിയിച്ച് സ്വീകരിച്ചു. നവീന ആശയങ്ങളിലൂടെ ലോകത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ യുവതലമുറ പരിശ്രമിക്കണമെന്ന് പത്മശ്രീ ജേതാവും പ്ലാസ്മ ഫിസിക്സ് ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ ഡോക്ടർ PI ജോൺ അഭിപ്രായപ്പെട്ടു. KG കോളേജ് 6ാമത് കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് സ്മാരക പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാശ്ചാത്യ രാജ്യങ്ങളുടെ കുത്തകയായിരിക്കുന്ന നവീന ആശയ മേഖലയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ മുന്നേറ്റമാണ് കൈവരിച്ചിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ അവസരം വിദ്യാർത്ഥി സമൂഹം പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജ് മാനേജർ അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറോസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ റെനി P. വർഗീസ്, കൺവീനർ ഡോക്ടർ വിപിൻ K. വർഗീസ്, ജുബീന മേരി മാത്യു, ആശാ ബാബു എന്നിവർ പ്രസംഗിച്ചു. യാക്കോബായ വിഭാഗത്തിൻ്റെ മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റി മലങ്കര മെത്രാപ്പൊലിത്ത എന്ന സ്ഥാനം ഉപയോഗിക്കുന്നത് തെറ്റിദ്ധാരണാജനകമാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. മാർത്തോമൻ പാരമ്പര്യത്തിൽ നിന്ന് കാലാകാലങ്ങളിൽ അടർന്നുപോയവർ ഇന്ന് പരമ്പരാഗത നാമധേയങ്ങൾ സ്വയം ചാർത്തുന്ന രീതി നിയമവ്യവസ്ഥതയോടുള്ള വെല്ലുവിളി കൂടിയാണ്. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വ്യവഹാരത്തിലൂടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ആവർത്തിച്ച് അരക്കിട്ടുറപ്പിച്ച മലങ്കര നസറാണികളുടെ തലവനാണ് മലങ്കര മെത്രാപ്പൊലിത്ത എന്നിരിക്കെ തെറ്റിദ്ധാരണ പരത്തുന്ന വ്യാജ നാമധേയം ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസ് സെക്രട്ടറി ഡോക്ടർ യുഹാനാൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലിത്ത ആവശ്യപ്പെട്ടു. 1934 ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗമാകാൻ കഴിയാത്ത ഭരണഘടനയാനുസൃതമുള്ള പദവികൾ അനധികൃതമായി ഉപയോഗിക്കുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. കാതോലിക്ക, മലങ്കര മെത്രാപ്പൊലിത്ത എന്നീ സ്ഥാനങ്ങൾ അവഗണനയോടെ കണ്ടിരുന്ന സമൂഹം ഇന്ന് അവയ്ക്കു വേണ്ടി മുറവിളി കൂട്ടുന്നത് വിരോധാഭാസമാണ്. വിദ്യാഭ്യാസ പ്രദർശനവും കരിയർ ഗൈഡൻസ് സെമിനാറും സംഘടിപ്പിച്ചു. ബഥനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബേത്ത്ക്ലേവിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ പ്രദർശനവും കരിയർ ഗൈഡൻസ് സെമിനാറും ബഥനി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. ഭദ്രാസന സ്കൂളുകളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ചു. PSM ഡെൻ്റൽ കോളേജ്, റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്, തേജസ് എഞ്ചിനീയറിംഗ് കോളേജ്, അഷ്ടാംഗം ആയുർവേദ, മെഡിക്കൽ കോളേജ് അമല, മെഡിക്കൽ കോളേജ് അസാപ്പ്, കുന്നംകുളം HDFC ബാങ്ക്, ഹിന്ദു പത്രം എന്നിവരും പവലിയനുകൾ ക്രമീകരിച്ചു. പരിപാടിയോട് അനുബന്ധിച്ച് മെൻ്റലിസ്റ്റ് അമൽജിത്ത് മെൻ്റലിസം പെർഫോമൻസും നാടൻപാട്ട് സംഘമായ കരിന്തലക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ പാട്ട് മരച്ചുവട്ടിൽ എന്ന പരിപാടിയും ഉണ്ടായിരുന്നു. മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള ഭാരത് സേവാ സമാജ് ദേശീയ പുരസ്കാരം ലഭിച്ച ശ്രീ ജേക്കബ് ഉമ്മനും സൺഡേ സ്കൂൾ പ്രതിഭാ മത്സരത്തിൽ ഗാനസുഗന്ധി പദം കരസ്ഥമാക്കിയ കുമാരി ശ്രവ്യ അന്ന ജോസഫിനും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഈ വർഷത്തെ മികച്ച പ്രഭാഷകയ്ക്കുള്ള വാഗ്മി തിലകമായി തിരഞ്ഞെടുക്കപ്പെട്ട കുമാരി ജോത്സ്ന റോയ്ക്കും KCC ക്ലർജി കമ്മീഷൻ പത്തനംതിട്ട ജില്ലാ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട റവറൻ ഫാദർ മാത്യു എബ്രഹാമിനും ഇംഗ്ലീഷ് ഭാഷയിൽ ഡോക്ടറേറ്റ് നേടിയ തെലങ്കാന വാറങ്കൽ NIT അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ അജീഷ് AK-ക്കും സംസ്ഥാന തലത്തിൽ പവർ ലിഫ്റ്റിങ്ങിൽ സ്വർണവും പഞ്ചഗുസ്തിയിൽ വെള്ളിയും നേടിയ ശ്രീ സോളമൻ തോമസിനും എൻവയൺമെൻറ്റ് സയൻസിൽ കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ച ശ്രീമതി അനുല സൂസൻ വർഗീസിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു.